നിങ്ങൾക്ക് ബാപ്പുവിനെ പോലൊരു ചങ്ങാതിയുണ്ടോ? അല്ലെങ്കിൽ വാസുവിനെ പോലൊരു സ്നേഹിതൻ? വാസുവിനെ പോലെ സ്വയം മറന്ന് മറ്റൊരു കുടുംബത്തിന് വേണ്ടി, മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കുന്നവരെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഇത് വല്ലാത്തൊരു സൗഹൃദത്തിൻ്റെ കഥയാണ്, വല്ലാത്തൊരു പ്രണയത്തിൻ്റെ കഥയാണ്, ആഴമുള്ള പൊട്ടാത്ത കുടുംബ ബന്ധങ്ങളുടെ കഥയാണ്. 1970 റിലീസ് ചെയ്ത നമ്മുടെ ഭാസ്കരൻ മാഷ്, പി ഭാസ്കരൻ സംവിധാനം ചെയ്ത തുറക്കാത്ത വാതിൽ എന്ന ചലച്ചിത്രത്തിൻ്റെ കഥയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കടക്കണ്ണിൻ മുന കൊണ്ട് കത്തെഴുതി പോസ്റ്റ് ചെയ്യാൻ ഇടയ്ക്കിടെ വേലിക്കൽ വരുന്ന ബേബി, നടക്കുമ്പോൾ എന്തിനാണൊരു തിരിഞ്ഞു നോട്ടം, നിന്റെ പടിഞ്ഞാറേ വീട്ടിലേക്കൊരു പരൽ മീൻ ചാട്ടം. നിങ്ങളിൽ ഈ സിനിമ കാണാത്ത ഒരുപാട് പേരുണ്ടാവും. കാണണം. ഒരു കാലത്തിൻ്റെ കഥ, മനുഷ്യർ മനുഷ്യനെ സ്നേഹിച്ചിരുന്ന, വിശ്വസിച്ചിരുന്ന, ഒന്നിച്ച് കൂട്ടായി ജീവിച്ചിരുന്ന ഒരു കാലത്തിൻ്റെ കഥ. മനുഷ്യൻ്റെ മനസ്സിൻ്റെ തുറക്കാത്ത വാതിലുകൾ തുറക്കുവിൻ എന്നൊരു ഗാനത്തോടു കൂടിയാണ് ടൈറ്റിലുകൾ ആരംഭിക്കുന്നത്. ഈ ചിത്രത്തിൽ 2 നായകന്മാരുണ്ട്, തുല്യ പ്രാധാന്യമാണ്. പ്രേം നസീറും മധു. പ്രേം നസീറിൻ്റെ ബാപ്പു, മധുവിൻ്റെ വാസു. 2 നായികമാരുണ്ട്. കാമുകിയുടെ സ്ഥാനത്ത് രാഗിണിയാണ് സുലൈഖ. പെങ്ങളായി ജയഭാരതി വരുന്നു, നബീസ. നല്ല രീതിയിൽ ഫിലോമിനൊരു ഉമ്മയുടെ കഥാപാത്രം ചെയ്തിരിക്കുന്നു. പിന്നെ ബഹദൂർ തുടങ്ങി വേറെയും താരനിരകളുണ്ട്. ബാപ്പുവിൻ്റെ പ്രണയരംഗത്തു നിന്നാണ് നമുക്ക് കഥ പറഞ്ഞു തുടങ്ങേണ്ടത്. അയൽക്കാരാണ് ബാപ്പുവും സുലൈഖയും, നസീറും രാഗിണിയും. ഇതുപോലത്തെ ഒരു കിണറിൻ്റെ വക്കത്താണ്, തൊടിയിലുള്ള ഒരു കിണറ്റിൻ വക്കത്താണ് എന്നും അവരുടെ സമാഗമം. അവിടെ വെച്ച് അവർ കളിചിരികൾ പറയുന്നു, കളിയാക്കുന്നു. അപ്പോൾ ഇടയ്ക്ക് വെച്ച് കൂട്ടുകാരനായ നാരായണൻകുട്ടി ബഹദൂർ വരുന്നുണ്ട് നസീറിനെ കാണാൻ. അപ്പോൾ പെട്ടെന്ന് തന്നെ രാഗിണി മതിലിൻ്റെ അപ്പുറത്ത് ഒളിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള പഴയകാലത്തെ രീതിയിലുള്ളൊരു സിനിമയാണ് കേട്ടോ. പക്ഷേ അതിൻ്റെ കഥയുടെ ഭംഗി, അത് ഞാൻ പറയാൻ വിട്ടുപോയെന്ന് സംശയം. പ്രമുഖ നാടകകൃത്തായിരുന്ന KT മുഹമ്മദിൻ്റേതാണ് ഈ ചിത്രത്തിൻ്റെ കഥ. ഏതായാലും അവർ കുട്ടിക്കാലം തൊട്ടേ പരസ്പരം ഇഷ്ടപ്പെട്ട് കളിച്ചും ചിരിച്ചും വളർന്ന് ഇന്ന് വിവാഹത്തിനായി കാത്തിരിക്കുന്നവരാണ്. ബാപ്പുവിൻ്റെ ഉമ്മയ്ക്കും സുലൈഖയുടെ ബാപ്പാക്കും അവർ 2 പേരും തമ്മിലുള്ള വിവാഹം നടത്തി കാണാൻ തന്നെയാണ് ആഗ്രഹം. അതിന് മുൻപായിട്ട് ബാപ്പുവിൻ്റെ പെങ്ങൾ നബീസയുടെ, ജയഭാരതിയുടെ വിവാഹം അവിടെ ആർക്കെങ്കിലും കെട്ടിച്ചു കൊടുക്കണം. പക്ഷേ ശോകം അതല്ല, വളരെ ദരിദ്രമായൊരു കുടുംബമാണ് ബാപ്പുവിൻ്റേത്. കിട്ടിയ പണിയെല്ലാം ചെയ്യും, എന്നാൽ അന്നന്നേക്കുള്ള സാമാനം വാങ്ങിയിട്ട് വരാൻ മാത്രം, അന്നന്നൊക്കെ കഞ്ഞിയും കറിയും വെച്ച് കഴിക്കാൻ മാത്രമുള്ള സമ്പാദ്യം അവനുള്ളൂ. ഈ കഥയ്ക്ക് ഒപ്പം തന്നെ നാരായണൻകുട്ടി ബഹദൂറും ബാപ്പും കൂടിയുള്ളൊരു സൗഹൃദം വളരുന്നുണ്ട്. അവർ ഉറ്റ ചങ്ങാതിമാരാണ്. അവരെ പല രീതിയിലും തമാശ പറഞ്ഞിട്ടും കാര്യം പറഞ്ഞിട്ടും ആളുകൾ തമ്മിൽ അകറ്റാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ സിനിമയിലൊരു പ്രധാനപ്പെട്ട രംഗം, എല്ലാപ്പോഴും ഉള്ള ഒരു ലൊക്കേഷൻ ഒരു ചായക്കടയാണ്, ഒരു നായരുടെ ചായക്കട. ആ ചായക്കടയിൽ ഇവർ പോയാൽ ആദ്യം പറയുക, ബാപ്പു നേരെ ഒരു ചായ 2 എടുക്ക് എന്നാണ്. ഒരു ഗ്ലാസ് ചായ അടിച്ച് 2 ഗ്ലാസ്സിലാക്കി അവർ ഒപ്പം പങ്കുവെച്ചാണ് എന്നും കുടിക്കുക. ഒന്ന് അവരുടെ ആത്മസൗഹൃദം കാണിക്കാൻ, മറ്റൊന്ന് അവർക്ക് എപ്പോഴും ഒഴിച്ചായ കുടിക്കാനുള്ള സാമ്പത്തിക അവസ്ഥ ഇല്ല എന്നും കൂടി അതിനകത്തുണ്ട്. പക്ഷേ അവരുടെ ഉടൽ 2 ആണെങ്കിലും ഉയിരൊന്നാണെന്ന് പറയുന്ന ഒരു സൂചനയാണ്. അത് എപ്പോൾ ചായക്കടയിൽ വന്നാലും ഒരു ചായ 2 എടുക്കുക പറയും.
ഇതിനിടയിൽ കൊച്ചു കൊച്ചു തമാശകളുണ്ട്. ബഹദൂറിന് ആരെയും സ്നേഹിക്കാൻ കിട്ടാത്തതും വഴിയെ പോകുന്ന പെണ്ണുങ്ങൾക്ക് കത്തയക്കുന്നതും അവരുടെ തന്തമാരിൽ നിന്ന് അല്ലെങ്കിൽ സഹോദരന്മാരിൽ നിന്ന് വഴക്ക് കേൾക്കുന്നതും ഇടയ്ക്ക് ഒരു തല്ല് കിട്ടുന്നതൊക്കെ അന്നത്തെ കൊച്ചു കുസൃതികളൊക്കെ. പക്ഷെ വളരെ വൾഗറാക്കിയിട്ടില്ല. പഴയകാല ചില സിനിമകളിൽ അടൂർ ഭാസിയായാലും ബഹദൂർ ആയാലും ഒക്കെ സിനിമയിലെ കോമഡി എന്ന് പറഞ്ഞ് നമ്മളെ വല്ലാതെ ചളിപ്പിക്കും. ഇന്ന് കാണുമ്പോൾ അത് അത്രത്തോളം വരുന്നില്ല ഇതിൽ. ഏതായാലും ഇവിടെ സുലൈഖ അഥവാ രാഗിണിയുടെയും ബാപ്പു നസീറിൻ്റെയും പ്രണയം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഉമ്മ ചോദിക്കുകയാണ്, ആ പെൺകുട്ടി വളർന്നു വരുന്നത് നീ കാണുന്നില്ലേ? ഫിലോമിന വളരെ നിയന്ത്രിതമായി അഭിനയിച്ചിട്ടുള്ള ഒരു റോളാണ്. അവസാനം ഈ നാട്ടിൽ നിന്ന് പെങ്ങളുടെ വിവാഹം നടത്താനുള്ള സമ്പാദ്യം തനിക്ക് കഴിയില്ലെന്നും തന്നെ കൊണ്ടാവില്ലെന്നും നാട് വിട്ടു പോകേണ്ടി വരുമെന്നും ബാപ്പു ഒരു തീരുമാനത്തിലെത്തുകയാണ്. അത് കേട്ടുകൊണ്ട് മാസ്റ്ററാണ് സുലൈഖയുടെ വാപ്പ. ഒരു സ്കൂൾ മാഷായി റിട്ടയർ ചെയ്ത ആളാണ്. സുലൈഖയെ കല്യാണം കഴിച്ച് ബാപ്പുവിന് കൊടുക്കുമ്പോൾ കരുതി വെച്ചിട്ടുള്ള സ്വർണവും പണവും അതൊന്ന് കുറച്ചെടുത്ത് നബീസയുടെ കല്യാണം നടത്താമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആ വാഗ്ദാനം നസീർ പൂർണ്ണമായി നിഷേധിക്കുകയാണ്. ആത്മാഭിമാനിയായ നായകൻ അത് നിഷേധിക്കുകയും മദിരാശി പട്ടണത്തിലേക്ക് പോകാൻ തീരുമാനിക്കുകയും ചെയ്യണം. ഇതിനിടയ്ക്ക് ഈ സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ കാണിച്ച പോലെ ഒരു പാട്ടുണ്ട്, കടക്കണ്ണിൻ മുന കൊണ്ട് കത്തെഴുതി. അങ്ങനെ കണ്ണിൻ്റെ മുന കൊണ്ടും കരളുകൊണ്ടും കൈകൊണ്ടും കത്തെഴുതുന്ന കത്തുകളുടെ ഒരു സിനിമയാണിത്. കത്തിന് വളരെയധികം പ്രാധാന്യമുള്ള, കത്തെഴുത്തിന് പ്രാധാന്യമുള്ളൊരു സിനിമയാണിത്. ഉള്ള കാശെല്ലാം തട്ടിക്കൂട്ടി മാസ്റ്ററുടെ ഒരു സുഹൃത്തിൻ്റെ വിലാസവും കൊണ്ട് അങ്ങനെ ബാപ്പു മദിരാശിക്ക് നാട് ഇവിടെയാണ്. നിറഞ്ഞ കണ്ണുകളോടെ ഉമ്മയും പെങ്ങളും പ്രിയപ്പെട്ട സുലൈഖയും നാരായണൻകുട്ടിയെല്ലാം വിങ്ങിപ്പൊട്ടുന്ന ഹൃദയത്തോടു കൂടിയാണ് ബാപ്പുവിനെ യാത്രയാക്കുന്നത്. ഇന്ന് കേൾക്കുമ്പോൾ അതൊരു തമാശയായിരിക്കാം. പക്ഷെ അന്ന് കത്തുപോലും എത്തണമെങ്കിൽ 3-4 ദിവസം പിടിക്കുന്ന ഒരുപാട് മൈൽ അകലെയുള്ള, എന്താണ് നഗരമെന്ന് ഒട്ടും അറിയാത്തൊരു ദേശത്തേക്ക് പോകുന്നത് ഇന്ന് വിദേശത്തേക്ക് പോകുന്നതിനേക്കാൾ വളരെയധികം ആളുകൾക്ക് ദുഃഖം ഉണ്ടാക്കുന്നതും പേടിപ്പെടുത്തുന്ന ഒരു കാര്യമായിരുന്നു. ഏതായാലും ബാപ്പു മദിരാശിയിലെത്തുന്നു. ബാപ്പു മദിരാശിയിലെത്തി. നമ്മുടെ സുലൈഖയുടെ വാപ്പ മാസ്റ്ററുടെ ചങ്ങാതി രോഗിയായിട്ട് ആ നാട് വിട്ട് തിരിച്ച് നാട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. മദിരാശി വിട്ട് തിരിച്ചു പോകാൻ നിൽക്കുകയാണ്. അങ്ങേര് താമസിച്ചിരുന്ന മുറിയും കുറച്ച് തുണി ബിസിനസ്സായിരുന്നു അദ്ദേഹത്തിന്. തെരുവ് തോറും നടന്ന് തുണിക്കച്ചവടമായിരുന്നു. അപ്പോൾ കയ്യിലെ സ്റ്റോക്ക് ബാക്കിയുള്ള ഡ്രസ്സുകളും ബാപ്പുവിൻ്റെ കയ്യിലുള്ള കുറച്ച് പൈസ മേടിച്ചുകൊണ്ട് അയാൾ ബാപ്പുവിന് നൽകുകയാണ്. അയാളെ കുറച്ച് ദിവസം ബാപ്പു നോക്കുന്നുണ്ട്. അയാളുടെ ക്ഷീണം മാറുന്നവരെ നാട്ടിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെ ഒരു വീടെന്ന് പറഞ്ഞ ഒറ്റ മുറിയാണ് സിനിമയെ കാണിക്കുന്നത്. ആ വീട്ടിൽ ബാപ്പു കഴിയുന്നു, കഷ്ടപ്പെട്ട് തെരുവിൽ കച്ചവടം നടത്തുന്നു. സിനിമയുടെ പ്രത്യേകത ഞാൻ പറയണം, ആ കാലത്തൊക്കെ മിക്കവാറും സ്റ്റുഡിയോയിൽ സിനിമകൾ എടുത്തുകൊണ്ടിരുന്ന കാലത്ത് ഇതിൽ ലൊക്കേഷൻസ് മാറി വരുന്നുണ്ട്. ബാപ്പുവിൻ്റെ ഗ്രാമത്തിലെ ചായക്കട, സുലൈഖയുടെ വീട്, ബാപ്പുവിൻ്റെ വീട്, അവരുടെ വീട്ടിൻ്റെ അടുത്തുള്ള തെരുവ്, വഴി, ഇവിടെ മദിരാശി പട്ടണത്തിലെ വഴി, തെരുവ്, അവിടുത്തെ വലിയ വലിയ ബിൽഡിങ്ങുകൾ, അങ്ങനെ അത്യാവശ്യം ലൊക്കേഷൻ മാറി വരുന്നൊരു സിനിമയാണ്. അന്നത്തെ കാലത്ത് അതൊരു വ്യത്യാസം തന്നെയായിരിക്കും. ഏതായാലും തെരുവ് കച്ചവടം നടത്തി ബാപ്പു പിടിച്ചു കയറുകയാണ്. ബാപ്പുവിൻ്റെ വീട് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന തൊട്ടടുത്തുള്ള ഒരു വർക്ക്ഷോപ്പുകാരനാണ്. അയാളുടെ മോളിടയ്ക്ക് കാപ്പി ഭക്ഷണമൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. ഒരു സൗഹൃദം അവിടെ രൂപപ്പെടുന്നുണ്ട്. ബാപ്പുവിന് വേണ്ട കത്ത് വായിച്ചു കൊടുക്കുന്ന ആ കുട്ടിയാണ്. എത്രയും സ്നേഹം നിറഞ്ഞ മകൻ ബാപ്പു അറിയുന്നതിന് ഉമ്മ എഴുതുന്നത് എന്തെന്നാൽ എന്നൊക്കെ പറഞ്ഞ് പഴയ രീതിയിലുള്ള കത്തുകളിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. ഒരു ദിവസം തെരുവിൽ വെച്ച് തളർന്നു വീഴുന്ന ഒരാളെ ബാപ്പു പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു. മധു, രണ്ടാമത്തെ നായകൻ, കഥയിലേക്ക് കടന്നു വരികയാണ്. തികച്ചും അവശനായ മധുവിനെ, അതായത് വാസുവിനെ
പാപ്പ പിടിച്ച് മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. അയാളെ ശുശ്രൂഷിക്കുന്നു. ആകെയുള്ളൊരു കട്ടിലും കമ്പിളി പുതപ്പും മധുവിന് അഥവാ വാസുവിന് കിടക്കാനായി കൊടുക്കുകയാണ്. അയ്യോ, ഇവിടെ ഞാൻ മേലെ കിടന്നാൽ നിങ്ങൾ എവിടെ കിടക്കുന്ന, നിങ്ങൾക്ക് കഷ്ടമാവില്ലേ, നിങ്ങൾക്ക് ആകെ കുറച്ചല്ലേ സ്ഥലമുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും നിങ്ങൾ ആലോചിക്കണ്ട, നമ്മൾ മനുഷ്യന്മാരാണ് എന്ന് പറഞ്ഞിട്ട് ബാപ്പു അയാളെ സമാധാനിപ്പിക്കുന്നു. മലബാറാണ് കേട്ടോ ഈ കഥയുടെ കഥാപാത്രങ്ങളുടെ പശ്ചാത്തലം. വാസു ഒഴിച്ച് ബാക്കി സുലൈഖ, നബീസയും ബാപ്പു, നാരായണൻകുട്ടിയൊക്കെ കോഴിക്കോടോ മലപ്പുറം ഒക്കെ ഉള്ളൊരു മലബാർ ഭാഗമാണ് കഥ. അത് ഞാൻ പറയാൻ വിട്ടുപോയി. അപ്പം നമ്മളൊക്കെ മനുഷ്യന്മാരാണ്, ഞാൻ മറ്റൊരു മതത്തിൽപ്പെട്ട ആളാണെന്നേ ഉള്ളൂ, പക്ഷെ നിങ്ങൾക്ക് എന്നെ സഹോദരനെ പോലെ കാണാം എന്ന് ബാപ്പുവും പിന്നെ ഒരിക്കൽ വാസുവും പറയുന്നുണ്ട്. അങ്ങനെ അവർ ഒരു മുറിയിൽ തന്നെ താമസമാവുന്നു. നിങ്ങൾക്ക് എവിടേക്കാണ് പോകേണ്ടതെന്ന് ചോദിക്കുമ്പോൾ വാസുവിന് പോകാനൊരു ഇടമില്ല. അയാൾ ജോലി അന്വേഷിച്ച് നടന്ന് തളർന്ന് വീണതാണ്. വിശപ്പും ദാഹവുമായിട്ട് പനിയും പിടിച്ചുപോയി. വാസു 10ാം ക്ലാസ് പാസ്സായാണ്. അന്നത്തെ കാലത്ത് SLC പാസ് എന്ന് പറഞ്ഞാൽ വലിയൊരു ക്വാളിഫിക്കേഷനാണ്. ഇത്രയും വല്ല പഠിപ്പുണ്ടായിട്ട് നിങ്ങൾക്ക് പണിയൊന്നും കിട്ടിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് നസീറിൻ്റെ ബാപ്പു. അയാൾക്കൊരു പണിയും കിട്ടില്ല. അപ്പോൾ തൊട്ടടുത്തുള്ള വർക്ക്ഷോപ്പിൽ, ഇയാൾക്ക് വാടകയ്ക്ക് കൊടുത്തിട്ടുള്ള മുറിയുടെ ഉടമയുടെ വർക്ക്ഷോപ്പിൽ ബാപ്പു പറഞ്ഞ് മധുവിന് ജോലിയാക്കി കൊടുക്കുന്നു. ആ മുറി അവർ പങ്കിടാമെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ വൈകാതെ അവർ ഉറ്റ സ്നേഹിതന്മാരായിത്തീരുന്നു. ബാപ്പുവിന് വാസു വന്നത് വലിയൊരു സഹായമായി. കാരണം 10ാം ക്ലാസ് പഠിച്ച ആളാണ്, കത്തെല്ലാം വായിച്ചും കൊടുക്കും. ബാപ്പു പറയുന്ന പോലെയും അതിൽ വേണ്ടടുത്ത് കവിത കലർത്തിയൊക്കെ ഭംഗിയായിട്ട് കത്തെഴുതി കൊടുക്കുകയും ചെയ്യും വാസു. പണ്ട് ഞാനുമൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഈ കത്തെഴുതി കൊടുക്കൽ ഒരു കലയായിരുന്നു. അത് അക്ഷരം അറിയുന്ന ആളുകൾക്ക്, എഴുതാൻ അറിയുന്ന ആളുകൾക്കും ഈ പ്രേമലേഖനമൊക്കെ നല്ല ഭാഷയിൽ എഴുതി കൊടുക്കാൻ ചങ്ങാതിമാരുണ്ടായിരുന്നു. കുറേ പ്രേമലേഖനം മറ്റുള്ളവർക്ക് വേണ്ടി എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമ്മുടെ ബാപ്പുവിൻ്റെ സുഹൃത്ത് വാസു കത്ത് വായിച്ചു കൊടുക്കുന്നു. അവിടെ കത്തെഴുതുന്ന സുലൈഖയാണ്, മാസ്റ്റർ മോള്. അപ്പോൾ സുലൈഖ ഇൻലൻഡോ പേപ്പറോ എടുത്തിട്ട് ബാപ്പുവിൻ്റെ ഉമ്മാൻ്റെ അടുത്ത് പോവും. അപ്പോൾ ഉമ്മ പറഞ്ഞു കൊടുക്കും, അത് പ്രകാരം കത്തെഴുതും. അവസാനം 2 വരി, പിന്നെ ഞാൻ എന്നും കാത്തിരിക്കുകയാണ്, എപ്പോഴാണ് നാട്ടിലേക്ക് വരുന്നത്, കാണാൻ പൂതിയായി. അങ്ങനെ സ്വന്തമായി പറയാനുള്ള 2ഓ 3ഓ വരി രാഗിണിയുടെ സുലൈഖ താഴെ എഴുതുന്നുണ്ട്. മറ്റ് അമ്മയ്ക്കും മോൾക്കും, നമ്മുടെ ഫിലോമിനിക്കും മകളായി അഭിനയിക്കുന്ന ജയഭാരതിക്കും പറയാനുള്ളതെല്ലാം ഇവൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അതനുസരിച്ച് കത്തെഴുതുന്നു. ഇവിടെ ആ കത്ത് മധു, അതായത് വാസു വായിച്ചു കൊടുക്കുന്നു. മറുപടി നസീർ ഇങ്ങനെ നടന്നുകൊണ്ടൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അതൊക്കെ ഇന്നൊരു കൗതുകമൊന്നുമില്ലെങ്കിലും ആ ഫ്രെയിമൊക്കെ നല്ലതാണ്. ഒരു നീളൻ അഴികളിട്ട ഒരു ജനാല, ഇങ്ങനെ കുത്തനെയുള്ള അഴികളിട്ട ഒരു നീളൻ ജനാലയാണ് ആ മുറിയിൽ എപ്പോഴും പശ്ചാത്തലത്തിൽ വരുന്നത്. അന്യനാട്ടിൽ കിടക്കുന്ന ഏത് മനുഷ്യനും ഇപ്പോഴും നൊസ്റ്റാൾജിക്കായിട്ടുള്ള, അവരുടെ ഗൃഹാതുരത ഉണർത്തുന്ന ഒരു പാട്ട് ഈ കത്തെഴുത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉണ്ട്. ബാപ്പു തൻ്റെ വീടും തൻ്റെ അമ്മയെയും പെങ്ങളെയും കാമുകയും ഒക്കെ വാസുവിന് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ആ ഗാനമാണ് എൻ്റെ ചങ്ങാതി നിങ്ങൾക്ക് വേണ്ടി ഇവിടെ പാടുന്നത്. മലയാളി ഉള്ളിടത്തോളം, മലയാളികളുള്ള നാട്ടിലെല്ലാം മലയാളികളുടെ മനസ്സിൽ അലയടിച്ചുകൊണ്ടിരിക്കുന്ന പാട്ട്. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. അതിൽ നാരായണ കിളിക്കൂട് പോലുള്ളൊരു 4 കാലോലപ്പുരയുണ്ട്. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. നോമ്പും നോത്തെന്നെ കാത്തിരിക്കും വാഴക്കുമ്പ് പോലുള്ളൊരു പെണ്ണുണ്ട്. നോമ്പും
നോത്തെന്നെ കാത്തിരിക്കും വാഴക്കൂമ്പ് പോലുള്ളൊരു പെണ്ണുണ്ട്. ചാമ്പയ്ക്ക ചുണ്ടുള്ള ചന്ദന കവിളുള്ള ചാട്ടുളി കണ്ണുള്ള പെണ്ണുണ്ട്. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. ഇതാണ് നാടൻ പൈമ്പാല് പോലത്തെ കവിത, ഇളനീര് പോലത്തെ കവിത. ചാമ്പയ്ക്ക ചുണ്ടുള്ള ചന്ദനക്കവിളുള്ള ചാട്ടുളിക്കണ്ണുള്ള പെണ്ണുണ്ട്. നാളികേരത്തിന് നാട്ടിൽ നാഴിയിടങ്ങഴി മണ്ണ്, നാരായണക്കിളിക്കൂട്, എൻ്റെ ഭാസ്കരൻ മാഷ്. ഇതാണ് ഹൃദയത്തിൻ്റെ കവിത. ഏതായാലും പ്രണയം തുടരുന്നു, കത്തെഴുത്ത് തുടരുന്നു, കച്ചവടം തുടരുന്നു, ജീവിതം തുടരുന്നു. അങ്ങനെയിരിക്കെ പെരുന്നാളിന് നാട്ടിലേക്ക് എന്തായാലും വരണമെന്ന് പറഞ്ഞുള്ള കത്ത് ബാപ്പുവിന് കിട്ടുന്നു. നാട്ടിലേക്ക് പെരുന്നാളിന് പോകുമ്പോൾ തങ്ങൾക്ക് തുണിയും സമ്മാനവും ഒക്കെ കൊണ്ടുവരണമെന്ന് ഉമ്മ അറിയാണ്ട് സുലൈഖയും നബീസയും കൂടി കത്തിൽ എഴുതി ഒപ്പിക്കുന്നുണ്ട്. ആ പെരുന്നാളിന് പോകുന്നതോടുകൂടി നബീസയുടെ വിവാഹം ഉറപ്പിച്ച് അവൾ വിവാഹം നടത്തി. അതിനുശേഷം സുലൈഖാനെ കാത്തിരിപ്പിക്കാതെ കെട്ടിക്കൊണ്ടു പോരണം എന്ന് ബാപ്പുവും വീട്ടുകാരും ഒക്കെ തീരുമാനിക്കുന്നുണ്ട്. കഥ ഇങ്ങനെ ഒരു പ്രത്യേക ഘട്ടത്തിലെത്തുന്നു. ബാപ്പു പെരുന്നാൾ സാധനങ്ങളെല്ലാം വാങ്ങി അങ്ങനെ മദിരാശി പട്ടണത്തിലൂടെ നടന്നു പോകുമ്പോൾ ഒരു കാറ് വന്ന് ബാപ്പുവിനെ ഇടിച്ചു തെറിപ്പിക്കുന്നു. ഇവിടുന്ന് കഥ പെട്ടെന്നൊരു ട്വിസ്റ്റിലേക്ക് പോവുകയാണ്. ബാപ്പു മരിക്കുന്നില്ല, പക്ഷേ അവശനിലയിൽ മദിരാശി ആശുപത്രിയിൽ കിടക്കുന്നു. ബാപ്പുവിനെ പരിചരിച്ചുകൊണ്ട് തന്നെ മധുവിൻ്റെ കഥാപാത്രം വാസു ആശുപത്രിയിലുണ്ട്. അതൊരു വാർഡ് പോലെയാണ്, വലിയ റൂമൊന്നുമല്ല. നഴ്സ് വരുന്നുണ്ട്. എനിക്ക് വല്ലതും പറ്റുമോ നഴ്സേക്ക്? കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് പ്രശ്നമൊന്നും വരില്ല, ഒക്കെ ഭേദമാവും എന്നൊക്കെ പറഞ്ഞ് നഴ്സ് പോകുന്നുണ്ട്. പക്ഷെ അവശനാണ് ബാപ്പു. തലയ്ക്കാണ് മുറിവേറ്റിരിക്കുന്നത്, തല പൊതിഞ്ഞ് കെട്ടിയിരിക്കുന്നത് നമുക്ക് കാണാം. അയാളാകെ ടെൻഷനിലാണ്, വല്ലാത്ത വേവലാതിയിലാണ്, ബേജാറിലാണ്. എന്നിട്ട് ബാപ്പു ഇടറിയ ശബ്ദത്തിൽ വാസുവിനെ വിളിക്കും. വാസു, എനിക്ക് പെരുന്നാളിന് നാട്ടിൽ പോകാൻ കഴിയില്ലല്ലോ, ദിവസമായല്ലോ. ഞാൻ വാങ്ങിയ സാധനമൊക്കെ നിനക്ക് കിട്ടിയിട്ടുണ്ടോ? അതല്ല അവർ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഓരോന്നെടുത്ത് കാണിക്കാൻ പറയാണ്. നീ ഓരോന്നെടുക്ക്, അത് ഉമ്മാക്ക്, അത് സുലൈഖാക്ക്, അത് നബീസാക്ക്. ഞാൻ കുറച്ച് വളകളും മാലയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, അത് നോക്ക് എന്ന് പറയുന്നു. മധു അത് തിരയുന്നുണ്ട്. വാസു അവിടെ മുഴുവൻ തിരയുന്നുണ്ട്, അത് കിട്ടുന്നില്ല. അതെല്ലാം പൊട്ടിപ്പോയി കാണും. വാസു, നീ ഒരു കാര്യം ചെയ്യണം, നീ കുറച്ച് മാലയും വളകളും ഒക്കെ ഒന്ന് വാങ്ങണം. എന്നിട്ട് എനിക്ക് പെരുന്നാളിന് നാട്ടിൽ പോകാൻ കഴിയില്ല, പക്ഷെ നീ പോകണം, എനിക്ക് വേണ്ടി നീ പോകണം. ബാപ്പു, നിന്നെ ഇവിടെ ഇട്ടിട്ടോ ഒന്നും പറയരുത്, ഇതെൻ്റെ ആഗ്രഹമാണ്, നീ സാധിച്ചു തരണം. നീ പെരുന്നാൾക്ക് നാട്ടിൽ പോയി എനിക്ക് കുറച്ച് ബിസിനസ് തിരക്കാണെന്ന് പറഞ്ഞ് ഈ തുണിയും മാലകളും ഒക്കെ കൂടിക്കൊണ്ട് കൊടുക്കണം, എന്നിട്ട് വരണം, എതിര് പറയരുത്. വാസു വാക്ക് കൊടുക്കുന്നു. പിന്നീടുള്ള രംഗം, ബസ്സും കാത്ത് റോട്ടിൽ പോയി നിൽക്കുകയാണ് ഉമ്മയും നബീസയും കൂടി, അമ്മയും പെങ്ങളും. സുലൈഖയും മാസ്റ്ററും വീട്ടിൽ കാത്തിരിക്കുന്നുണ്ട്. നാരായണൻകുട്ടി, എന്താ ഇവിടെ നിൽക്കുന്നത് പറയുമ്പോൾ, ബസ് കാത്ത് നിൽക്കുക, കുടിയിലിരിക്കാൻ ഒരു സമാധാനം ഇല്ല ഉമ്മ പറയുന്നു. നാരായണൻകുട്ടി ബസ് സ്റ്റോപ്പിലേക്ക് ഓടുന്നു. ബസ് ഇറങ്ങി മധു ഒരു പെട്ടിയുമായി നടന്നു വരുന്നു. അത് മറ്റാരാണല്ലോ എന്ന് അപ്പോൾ തന്നെ നാരായണൻകുട്ടി, ബഹദൂറിൻ്റെ കഥാപാത്രം, പറയുന്നുണ്ട്. കുറച്ചു നേരം നോക്കി നിന്നിട്ട് ഉമ്മയും മകളും തിരിച്ചു നടക്കുമ്പോൾ, ഒന്ന് നിൽക്കണേ, ഈ ബാപ്പുവിൻ്റെ കുടി ഏതാ എന്ന് മധു വിളിച്ചു ചോദിക്കുന്നു. അവരവിടെ നിൽക്കുന്നു. അവർ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നു. അവർ പറയുന്നു, ഞങ്ങൾ ബാപ്പുവിൻ്റെ ഉമ്മയും പെങ്ങളുമാണ്, ഞാൻ ബാപ്പു പറഞ്ഞയച്ചിട്ട് വരിക, ബാപ്പുവിൻ്റെ കുടിയിലേക്ക് വരിക എന്ന് പറയുന്നു. അവരുടെ മുഖം വാടുന്നു. പക്ഷേ
വാസുവിനെ സ്വീകരിച്ച് അവർ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഉമ്മ സങ്കടപ്പെടുന്നു, ദേഷ്യം വരുന്നു. അവൻ എന്താ വരാത്ത്? അവൻ എന്നെ പറ്റിച്ചോ? അവൻ പെരുന്നാൾക്ക് വരാമെന്ന് എനിക്ക് കത്തയച്ചതാണല്ലോ. വല്ലാത്ത തിരക്കുകൊണ്ടാണ് ഉമ്മ, നിവൃത്തിയില്ലാത്തതുകൊണ്ട് അത്രയ്ക്ക് തിരക്കാണ് അവിടെ. വൈകാതെ വരും, ബാപ്പു വരും, ഇതെല്ലാം ഇവിടെ എത്തിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പെട്ടി തുറക്കുന്നു, പെൺകുട്ടികൾ അത് പോയി ഓരോന്നെടുക്കുന്നു, ഉമ്മക്ക് ഓരോന്നെടുത്ത് കൊടുക്കുകയാണ്. അതെല്ലാം കൊണ്ട് അവർ അകത്തേക്ക് ഓടുന്നു. കുറച്ച് വർത്താനം പറഞ്ഞ ശേഷം ഉമ്മ പോയിട്ട്, അയ്യോ പിള്ളേരെ തുണിയും വളയും മാലയൊക്കെ നോക്കുക, ചായ എടുക്കാനും മറന്നു, ഞാൻ ചായ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു പോകുന്നു. ആ സമയത്തെല്ലാം നിങ്ങൾ ആ സിനിമ യൂട്യൂബിൽ പറ്റിയ കാണണം. മധു എന്ന അപാര നടൻ്റെ നിയന്ത്രിത അഭിനയമുള്ള, നല്ല ഭാവാഭിനയമുള്ള ആ കാലത്തൊരു നടൻ തന്നെയാണ് മധു. അവരോട് സന്തോഷമായി പെരുമാറുകയും വേണം. ഒരു ദുരന്തത്തിൽ നിന്നാണ് വാസു അഥവാ മധു വന്നിരിക്കുന്നത്. ബാപ്പുവിനെ അവർ കുറ്റം പറയുന്നത് കേൾക്കണം, ബാപ്പുവിനെ ന്യായീകരിക്കണം, ദുഃഖം പുറത്ത് കാണിക്കരുത്. അങ്ങനെ ഒരു ആ നിമിഷങ്ങൾ വളരെ നല്ലൊരു അഭിനയ മുഹൂർത്തമാണ്. നമ്മുടെ ഉള്ളിൽ പെടയും, പക്ഷെ ഉമ്മാക്കും മറ്റുള്ളവർക്കും അതറിയില്ല. പോവാൻ കാലത്ത് അവർ അപ്പം ചൂടുന്നുണ്ട്. അപ്പം എല്ലാം പൊതിഞ്ഞ് ഒരു പൊതിയിലോ പാത്രത്തിലൊക്കെ ആക്കി കൊടുക്കും. ഉമ്മ തന്നതാന്ന് പറഞ്ഞ് ഓനിത് കൊടുക്കണം. വല്ലാത്തൊരു സമ്മർദ്ദമുള്ള സംഘർഷഭരിതമായ മാനസികാവസ്ഥയുള്ള ഒരു രംഗമാണത്. അതും വാങ്ങി മധു തിരിച്ചു പോകുന്നുണ്ട്. പിന്നീട് നമ്മൾ ഇതുവരെ കഥാകൃത്തോ സംവിധായകനോ പറയാത്ത ആ കഥ, ആ സംഭവം ഇപ്പോഴാണ് പ്രേക്ഷകരും കാണുന്നത്. അപ്പം കൊണ്ട് മധു പോകുന്നത് ബാപ്പുവിൻ്റെ കബറിടത്തിലേക്കാണ്. ബാപ്പുവിനെ പെരുന്നാൾക്ക് പോകാൻ യാത്രയാക്കിയ ശേഷം മരിച്ചു പോകുന്നുണ്ട്. ആ മരിച്ച വിവരം മധുവിന് അറിയുകയും ചെയ്യാം. അതൊരിക്കലും ഉമ്മ അറിയരുത് എന്ന ഒരു ആഗ്രഹം അയാൾ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പത്തിൻ്റെ പൊതി കൊണ്ടുപോയി ഖബറിൻ്റെ അവിടെ വെച്ച് നിൽക്കുമ്പോൾ രാത്രിയുടെ പശ്ചാത്തലത്തിൽ, ഇരുണ്ട ആകാശത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആ നിത്യനൂതനമായ ഗാനം പശ്ചാത്തലത്തിൽ വരികയാണ്. പാർവണേന്ദുവിൻ ദേഹമടക്കി പാതിരാവിൻ കല്ലറയിൽ. ഏറ്റവും സിറ്റുവേഷനിലായിട്ടുള്ളൊരു സോങ്. പാർവണേന്ദുവിൻ ദേഹമടക്കി പാതിരാവിൻ കല്ലറയിൽ കരിമുകിൽ കണ്ണീരടക്കിയടക്കി ഒരു തിരി വീണ്ടും കൊളുത്തി. പാവം ഒരു തിരി വീണ്ടും കൊളുത്തി. പാർവണേന്ദുവിൻ ദേഹമടക്കി പാതിരാവിൻ കല്ലറയിൽ. തൻ്റെ പെങ്ങൾ നബീസയുടെ കല്യാണം എങ്ങനെയെങ്കിലും നടത്തണം, നടത്തിയിരിക്കും എന്ന വാക്ക് വാസുവിൻ്റെ നിന്നും മേടിച്ചിട്ടാണ് ബാപ്പു മരണത്തിന് കീഴടങ്ങുന്നത്. അതിനുവേണ്ടി വാസു വർക്ക്ഷോപ്പിൽ രാവില്ല പകലില്ലാതെ പണിയെടുക്കുന്നു. വർക്ക്ഷോപ്പ് ഓണറുടെ മോള്, ഇവരുടെ അയൽവാസി, മാനസികമായി അടുപ്പത്തിലാണ് വാസുവുമായിട്ട്. തുടക്കത്തിൽ വാസുവിനും അതുണ്ടായിരുന്നു എന്നൊരു സംശയമുണ്ട്, വ്യക്തമാക്കുന്നില്ല. എന്തായാലും നല്ലവനായ വാസുവിനെ വിവാഹം കഴിച്ചു കൊടുക്കാൻ, മകളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ വർക്ക്ഷോപ്പ് ഓണർ തയ്യാറാണ്. പക്ഷേ നബീസയുടെ കല്യാണം കഴിയട്ടെ, എനിക്ക് എന്നിട്ട് എന്നെക്കുറിച്ച് എന്തെങ്കിലും ചിന്തിക്കാൻ പറ്റുള്ളൂ എന്നാണ് വാസു പറയുന്നത്. നീ ബാപ്പു ആയോ, വാസു അല്ലേ എന്ന ഘട്ടം വരെയുള്ള ചോദ്യങ്ങൾ എത്തുന്നുണ്ട്. ഏതായാലും വാസു നാട്ടിലെത്തി. ഉമ്മായുടെയും മാസ്റ്ററുടെയും ഒക്കെ അഭിപ്രായത്തോടു കൂടി നബീസയ്ക്ക് ഒരു കല്യാണ നിശ്ചയം നടത്തുന്നുണ്ട്. പക്ഷേ ബാപ്പയുടെ എന്നുള്ള അവരുടെ ചോദ്യത്തിന് എല്ലാം അയാൾ ഒഴിഞ്ഞു മാറുന്നുണ്ട്. അവന് തിരക്കാണ്, അവൻ ഇന്ന് വരും, അവൻ നാളെ വരും. ഉമ്മാക്കതിൽ അരിശമാണ് വരുന്നത്, ദേഷ്യമാണ് വരുന്നത്. തൻ്റെ മോനൊരു ഉത്തരവാദിത്വമില്ല, മറ്റൊരാളെ വിട്ടിരിക്കുകയാണ്. പക്ഷെ അപ്പോഴേക്കും സ്വന്തം മകനെ പോലെ മോനെ മോനെ എന്നാണ് അവർ വാസുവിനെ വിളിച്ച് തുടങ്ങിയിരിക്കുന്നത്. ആ കുടുംബമായിട്ട് വാസു അത്രയും അടുത്തു. എന്നാൽ വിവാഹത്തിന് മുമ്പായി മാസ്റ്ററോട് മാത്രമായിട്ട് ആ കിണറ്റിൻകരയിലേക്ക് വിളിച്ചു കൊണ്ടുപോയിട്ട് വാസു ആ രഹസ്യം പറയുന്നുണ്ട്. ബാപ്പു നമ്മളെ വിട്ടുപോയി.
പെരുന്നാൾ സാധനങ്ങൾ വാങ്ങാൻ റോട്ടിൽ പോകുമ്പോൾ അവിടെ വെച്ചിട്ടുണ്ടായ ഒരു ആക്സിഡൻറ്റ്. ഏതാനും ദിവസത്തിനകം ബാപ്പ മരിച്ചുപോയി. ദയവിത് ഉമ്മയും നബീസയെ അറിയിക്കരുത്. വിവാഹത്തിന് ബാപ്പ ഉണ്ടാവില്ല. എന്തെങ്കിലും പറഞ്ഞ് നമുക്ക് പിടിച്ചു നിൽക്കണം. മാസ്റ്റർ എനിക്ക് ഉറപ്പ് തരണത് നടത്തണം, എൻ്റെ കൂടെ നിൽക്കണം, ബാപ്പുവിൻ്റെ ആഗ്രഹമാണ്. മാസ്റ്റർ ആദ്യമൊക്കെ ഒന്ന് തർക്കിക്കും. അവസാനം ബാപ്പുവിൻ്റെ ആത്മാവിന്, ഞങ്ങളുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ, ഗതി കിട്ടൂല മാസ്റ്ററെ, എൻ്റെ ബാപ്പുവിന് വേണ്ടി എൻ്റെ കൂടെ നിൽക്കണം. നമ്മൾ ചെറിയൊരു തെറ്റ് ചെയ്യുന്ന വലിയൊരു ശരിക്ക് വേണ്ടിയാ എന്ന് പറയും. മാസ്റ്റർക്കും അത് ബോധ്യപ്പെടുന്നു. വിവാഹം അടുക്കുകയാണ്. വിവാഹം ക്ഷണിക്കാൻ വേണ്ടി വാസുവാണ് പോകുന്നത്. മൗലിയാമാരുടെ അടുത്തും പള്ളിയിലൊക്കെ പോയി പറയാൻ പോകുന്നത്. അവർക്ക് ദേഷ്യം വരുന്നു സ്വാഭാവികമായിട്ട്. അല്ലെങ്കിൽ തന്നെ വാസു ആ വീട്ടിൽ കയറി ഇറങ്ങുന്നതിനെ കുറിച്ച് ആവശ്യമില്ലാത്ത വർത്തമാനങ്ങളും ഇതൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഒരു നാടല്ലേ, നാട്ടുംപുറമല്ലേ. ഓൻ്റെ പെങ്ങളുടെ കല്യാണം കഴിയാൻ ഇജ്ജ് ആരാ? കാഫർ എന്നൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട കാലമാണ്. എന്തായാലും അന്യമാസനായി നിനക്കിതിലെന്ത് കാര്യമെന്ന് അവർ ചോദിക്കുന്നു. ബാപ്പുവിന് തീരെ നിവൃത്തിയില്ലാഞ്ഞിട്ടാണ്, ഒഴിവില്ലാഞ്ഞിട്ടാണ്, അവൻ വരും എന്നൊക്കെ പറഞ്ഞ് മാസ്റ്റർ വന്ന് പറഞ്ഞ് അവസാനം മനസ്സിലാമനസ്സോടെ മൗലിയാരൻ സമ്മതിക്കുന്നുണ്ട്. ഇതിനിടയിൽ വിവാഹത്തിന് എന്തായാലും എത്തണം, വന്നു കഴിഞ്ഞാൽ നമ്മുടെ നിക്കാഹ് നടക്കുകയല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുലൈഖ, ഇതൊന്നും അറിയാത്ത പാവം സുലൈഖ, രാഗിണി, നസീറിൻ്റെ നായിക, ഒരു കത്തെഴുതുകയാണ്. ആ കത്തും ഒരു പാട്ടായിട്ടാണ്. വളരെ രസകരമായൊരു പാട്ടാണിത്. പക്ഷെ മറ്റുള്ളവരുടെ മനസ്സിലൊക്കെ സംഘർഷം. ബാപ്പ, മാസ്റ്ററായിട്ടുള്ള ബാപ്പ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും വേദനയും വിഷമവും പുറത്ത് പറയാൻ പറ്റാതെ കൊല്ലാത്തതാണ്. മോള് പാട്ടുപാടിക്കൊണ്ട് കത്തെഴുതുകയാണ്. ഇനിയും തനിക്ക് ചതിക്കാനാവില്ല എന്ന് ബോധ്യപ്പെട്ട വാപ്പ, ഇജിന് കത്തെഴുതണ്ട മോളെ, നിർത്തിക്കൊള്ളി എന്ന് പറയുന്നു. എന്താ വാപ്പ? അയാൾ ഹൃദയവേദനയോടുകൂടി ബാപ്പു മരിച്ചുപോയ കാര്യവും വിവാഹം കഴിയുന്നവരെ മറ്റാരെ അറിയിക്കാതെ മോളും ഉള്ളിലടക്കണമെന്നും പറയുന്നു. എങ്ങനെ വാപ്പ, എങ്ങനെ ഞാൻ അടക്കും? വളരെ വികാരനിർഭരമായ സീനുകളാണ് തുടർന്നുള്ളത്. പക്ഷേ വിവാഹം കഴിയുന്നവരെയും പിടിച്ചു നിൽക്കുകയാണ് രാഗിണി അവതരിപ്പിക്കുന്ന സുലൈഖ. വിവാഹമൊക്കെ ആളുകൾ വന്ന് നടത്തും. മാസ്റ്ററും ഉമ്മയും എല്ലാം കൂടി നിക്കാഹാണ് ലളിതമായിട്ട്. വരൻ്റെ കൂടെ അല്ലെങ്കിൽ ചെറുക്കൻ്റെ വീട്ടുകാരുടെ കൂടെ വീടിൻ്റെ പടി ഇറങ്ങേണ്ട സമയം വരുന്നു. ആണുങ്ങളെല്ലാം പുറത്തു പോയിരിക്കുന്നു. പെണ്ണുങ്ങൾ യാത്ര പറഞ്ഞോട്ടെ എന്ന് പറയുന്നു. യാത്ര പറയുമ്പോൾ ഒരു ചടങ്ങുണ്ട്. ഇക്കാനോട് യാത്ര പറയണം. അപ്പോൾ വാസു പറയാണ്, ബാപ്പു എത്താന്ന് പറഞ്ഞാണ്, എന്താണ് വരാത്തതെന്ന് അറിയില്ല. ഓൻ വരാതെ എങ്ങനെ മോനോട് യാത്ര പറയും? എൻ്റെ മോനോട് അവിടെ യാത്ര പറയണ്ടേ? അപ്പോൾ മാസ്റ്റർ പറയും, തൽക്കാലം വാസുവിനോട് യാത്ര പറഞ്ഞിട്ട് ഇറങ്ങട്ടെ. ഉമ്മയും ആലോചിക്കും, നിന്നെ ഓനെ ഞാൻ രണ്ടായിട്ട് കണ്ടിട്ടില്ല, ഇജെൻ്റെ മോൻ തന്നെയാണ്. തൽക്കാലം മോളെ നബീസ, നീ വാസുവിനോട് യാത്ര പറഞ്ഞിറങ്ങ്. നബീസയ്ക്ക് പെട്ടെന്ന് കഴിയുന്നില്ല. നിർബന്ധിക്കുമ്പോൾ അവൾ ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞാൽ പോരാ, ഇക്കാന്ന് വിളിച്ചിട്ട് പറ. നബീസ വീണ്ടും മടിച്ചു നിൽക്കുമ്പോൾ നിവൃത്തികെട്ട ഈ സാഹചര്യത്തിൽ മാസ്റ്റർ ആ രഹസ്യം എല്ലാവരോടുമായി വെളിപ്പെടുത്തുകയാണ്. ബാപ്പ മരിച്ചു. ബാപ്പുവിൻ്റെ ആഗ്രഹപ്രകാരമാണ് വാസു എല്ലാം ചെയ്ത്. വാസുവിനെ ബാപ്പുവായി തന്നെ കാണണം, അവനോട് യാത്ര പറഞ്ഞിറങ്ങണം. ഇനി ബാപ്പു ഇല്ല. ആ രണ്ട് സ്ത്രീകളും, ഉമ്മയും പെങ്ങളും തകർന്നു പോവുകയാണ്. ഉമ്മ തളർന്ന് വീഴുന്നു. പെട്ടെന്ന് ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം അവർ പെട്ടെന്ന് എഴുന്നേറ്റ് വാസുവിനെ നോക്കുമ്പോൾ അവർക്ക് ബാപ്പുവിനെ പോലെ തന്നെ കാണുകയാണ്. മോളെ നബീസ, ഇതെൻ്റെ ബാപ്പു തന്നെയാണ്, ഇതെൻ്റെ ആങ്ങള തന്നെയാണ്, നീ മടിക്കണ്ട, അവൻ്റെ ഉള്ളിൽ ബാപ്പു ഉണ്ട്. നീ പറ, ഇക്കാക്കാനോട് യാത്ര പറ, യാത്ര പറഞ്ഞിട്ട് ഇറങ്ങും മോളെ, ഇക്ക പോയിട്ട് വരാം എന്നെ പറഞ്ഞിട്ട് ഇറങ്ങും മോളെ എന്ന് പറയാണ്. അതോടെ ഇടർന്ന കണ്ഠത്തോടെ സ്വന്തം ഇക്കാക്കാനോട് എന്ന പോലെ വാസുവിനോട്, അതായത് നടൻ മധുവിനോട് യാത്ര പറഞ്ഞ് നബീസ
പുറത്തേക്ക് ഇറങ്ങുന്നു. ആ രംഗം അവിടെ അവസാനിക്കുന്നു. ഈ നിമിഷം വരെ പിടിച്ചു നിന്ന രാഗിണിയുടെ സുലേഖ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൊട്ടയലക്കത്തുള്ള തൻ്റെ വീട്ടിലേക്ക് മാസ്റ്റർ മോൾ സുലേഖ, ബാപ്പുവിൻ്റെ സുലേഖ ഓടിപ്പോവുകയാണ്. അവൾ വീട്ടിലേക്ക് ഓടിപ്പോയി മോളെ എന്ന് പറഞ്ഞ് പുറകെ മാസ്റ്ററും ഉമ്മയും, ബാപ്പുവിൻ്റെ ഉമ്മയും ഫിലോമിനയും കൂടി പുറകെ ചെല്ലുന്നു. അവൾ ഓടിച്ചെന്ന് അവളുടെ മുറിക്കകത്ത് കയറി കഥക് അടയ്ക്കുകയാണ്. അവർ കഥകിൽ തട്ടി വിളിക്കുന്നുണ്ട്. വാസുവും പുറകെ ചെല്ലുന്നുണ്ട്. മോളെ മോളെ കഥക് തുറക്കും മോളെ, മോളെ നീ നീ ബാപ്പുവിൻ്റെ കൂടെ ഇറങ്ങി വരേണ്ടവളാണ്. ഈ നിൽക്കണവൻ എനിക്ക് ബാപ്പുവിനെ പോലെ തന്നെയാണ്. വാസു തന്നെയാണ് എൻ്റെ ബാപ്പു. നബീസ പോയാൽ, നബീസനെ ഇറക്കി വിട്ടാൽ മോള് ബാപ്പുവിൻ്റെ കൂടെ വരാ പറഞ്ഞല്ലേ, ഇറങ്ങി വാ മോളെ എന്ന് പറഞ്ഞിട്ടൊരു ഹിസ്റ്റീരിയക്കായിട്ട് തന്നെ അവരുടെ സമനില തെറ്റിയോന്നും അറിയില്ല. യഥാർത്ഥ സ്നേഹം കൊണ്ടോ ദുഃഖം കൊണ്ടോ അവർ വിളിക്കുകയാണ്. കാരണം അവരൊറ്റപ്പെടുകയാണ് ജീവിതത്തിൽ. എന്ന് നബീസ മകൾ വിവാഹം കഴിഞ്ഞ് ഇറങ്ങിപ്പോകുന്നു, അന്ന് സുലൈഖാനെ ബാപ്പു കൂട്ടിക്കൊണ്ടുവരുന്നതായിരുന്നു വാക്ക്. ആ ഒരൊറ്റ വാക്കിൽ വിശ്വസിച്ച് ജീവിച്ചാണ് ആ ഉമ്മ എത്ര കാലം. അത്രയും കാലം സുലൈഖാനെ സ്വന്തം മോളെ പോലെ അതിനേക്കാൾ സ്നേഹിച്ച ഉമ്മ ആ ദിവസത്തിന് വേണ്ടി കാത്തിരുന്നാണ്. പക്ഷെ അവൾ വാതിൽ തുറക്കുന്നില്ല. മാസ്റ്റർ അവളുടെ ബാപ്പ മോളെ മോളെ എന്ന് വിളിക്കുന്നുണ്ട്. പക്ഷേ ഇറങ്ങി വരാനോ ബാബുവിനെ സ്വീകരിക്കാനോ അയാൾ പറയുന്നില്ല. വാസു അവസാനം ഒന്ന് വിളിക്കുന്നുണ്ട്. 2-3 തവണ സുലൈഖ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ മാസ്റ്റർ പറയും, ബീബാത്തുവിന് അവരുടെ മോനെ കിട്ടി, നബീസാക്ക് അവളുടെ ആങ്ങളെ കിട്ടി, പക്ഷെ എൻ്റെ മോൾക്ക് അവളുടെ ബാപ്പുവിനെ കിട്ടില്ല. നീ ഓന് പകരാവില്ല വാസു, പകരാവില്ല. അങ്ങനെ സുലൈഖയുടെ ഹൃദയത്തിൻ്റെ വാതിൽ സന്തോഷങ്ങളുടെയും വെളിച്ചങ്ങൾക്കും എതിരായി അടയ്ക്കപ്പെടുന്നതോടുകൂടി തുറക്കാത്ത വാതിൽ എന്ന ഈ ചിത്രം അവസാനിക്കും.